ചായം കുടിച്ച് ടി വിയും കണ്ടിരുന്നപ്പോൾ അതാ ഒരു സമയം. ഞാൻ ഓടി ചെല്ലുന്നു, കതവ് തുറക്കുന്നു, ചോദിക്കുന്നു ആരാ. അപ്പോൾ അയാൾ പറയുന്നു ഡെലിവറി ഉണ്ട് സാർ. അതായിരിക്കുന്നു അമിട്ട് സൈസുള്ള പെട്ടി. പെട്ടി കാണുന്നു, കുളിര് കോരുന്നു, പൊക്കി നോക്കുന്നു, ഞാൻ ഫ്ലാറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പെട്ടിക്കകത്ത്. സാംസങ്ങിന്റെ 4K OLED TV ആണ് നമ്മൾ അൺബോക്സ് ചെയ്തത്. അൺബോക്സിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആൻഡ് എൻ്റെ സൈഡിൽ ഇരിക്കുന്നതാണ് ആ ടി വി. ശരിക്കും പറഞ്ഞാൽ ഒരു കേബിൾ മുതൽ ഇതിനകത്തുള്ള ഓരോ ഇഞ്ചും ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ സാംസങ് 4K OLED TVനെ കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു റിവ്യൂവും അതുമാത്രമല്ല കോമ്പറ്റീറ്റീവ് ബ്രാൻഡുകളുടെ ഈ സെഗ്മെന്റിലുള്ള ടി വിയുമായിട്ട് ഒരു ചെറിയൊരു കമ്പാരിസൺ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ കമ്പാരിസൺ എന്തുകൊണ്ട് ബെറ്റർ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റോറിലോട്ട് പോയി കയറപ്പോൾ അവിടെ പല ബ്രാൻഡുകൾ ഉണ്ടാവും. അവിടെ നിന്ന് സാംസങ് എന്തുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് സാംസങ് തരുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട്. ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് ടി വിനെ ഒന്ന് പരിചയപ്പെടാം. ശരിക്കും പറഞ്ഞാൽ സാംസങ്ങിന്റെ മാത്രമല്ല പല ബ്രാൻഡിന്റെ പല TVs നമ്മളിവിടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ടീമിന്റെയും നമ്മുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള TV ആയി മാറി സാംസങ് OLED എന്ന് പറയുന്നത്. ഈ ഒരു TV നമുക്ക് 4 സൈസസിലാണ് വരുന്നത്. 55 ഇഞ്ച്, 65 ഇഞ്ച്, 77 ഇഞ്ച്, 83 ഇഞ്ച്. ഇവിടെ ഇരിക്കുന്നത് 55 ഇഞ്ചിന്റെ TV ആണ്. ഈ 55 ഇഞ്ച് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ബേസിക് മോഡലാണെങ്കിലും ഇതിൻ്റെ ആ ഒരു ബെസ്സിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു ചുമരിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരു ടേബിളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പോലെയുള്ള ഏതെങ്കിലും ഒരു വീഡിയോസ് പ്ലേ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഭയങ്കര ഇമേഴ്സീവ് ഫീൽ കിട്ടും. ഒരു TVക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഡിസ്പ്ലേ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 4K റെസൊല്യൂഷനിലുള്ള ക്വാണ്ടം ഡോട്ട് എനേബിൾഡ് ആയിട്ടുള്ള HDR OLED പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 30% മുന്നേയുള്ള TVയിൽ നിന്ന് ബ്രൈറ്റർ ആയിരിക്കും നമ്മുടെ സാംസങ് OLED എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വാണ്ടം ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ഭയങ്കര സെറ്റപ്പാണ്. അതായത് ഓരോ പിക്സൽസിനും സ്വന്തമായിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്രൈറ്റ് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടും ബ്ലാക്ക് എല്ലാം നല്ല ബ്ലാക്ക് ആയിട്ടും കളേഴ്സ് എല്ലാം നല്ല വൈബ്രന്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു TVക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ കളേഴ്സും ഭയങ്കര അക്യുറേറ്റ് ആയിരിക്കും. അതുമാത്രമല്ല ഭയങ്കര സൂതിങ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഡാർക്കർ ഏരിയാസ് എപ്പോഴും ഡാർക്കർ ആയിട്ട് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഷാഡോസ് നമുക്ക് അതേപോലെ അറിയാൻ പറ്റും. എന്നാൽ ബ്രൈറ്റർ ആയിട്ടുള്ള പാട്ടുകളും നല്ല പക്ക ബ്രൈറ്റ് ആയിട്ട് തന്നെയുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ ഫാൻടോൺ വാലിഡേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം സെറ്റപ്പ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മറ്റ് കോമ്പറ്റീറ്റീവ് ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ പ്യുവർ OLED ആയിരിക്കില്ല. WOLED എന്ന് പറഞ്ഞിട്ടുള്ള ഒരു OLED ടെക്നോളജിയാണ് പൊതുവെ യൂസ് ചെയ്യാറ്. അതെന്ന് വെച്ചാൽ ബ്ലാക്കുകൾ അത്ര ഡീപ്പ് ആയിരിക്കില്ല. അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് അത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആ WOLEDന് പറ്റില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല ഫാൻടോൺ വാലിഡേഷൻ അങ്ങനെയുള്ള ഡിസ്പ്ലേസിന് കിട്ടത്തുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ക്വാണ്ടം ഡോട്ട് ആയതുകൊണ്ട് തന്നെ സാംസങ്ങിന് ഡാർക്കർ ഏരിയാസും ബ്ലാക്സും എല്ലാം നല്ല പ്രിസൈസ് ആയിട്ടും മൊത്തത്തിലുള്ള പിക്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കോമ്പറ്റീറ്റീവ് ബ്രാൻഡുകൾ നോക്കുന്ന സമയത്ത് ഡോൾബി വിഷൻ എന്ന് പറഞ്ഞ ഫീച്ചറും പ്രോപ്പറായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. എന്നാൽ നമ്മുടെ സാംസങ് ഡോൾബി വിഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20 സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തിട്ട് ഒരു AI പ്രൊസസ്സർ വെച്ച് നമ്മുടെ ഈ ഒരു TV നോർമൽ 1080p അല്ലെങ്കിൽ ഏതെങ്കിലും റെസൊല്യൂഷനിലുള്ള വീഡിയോസിനെ അപ്സ്കെയിൽ ചെയ്ത് ക്വാളിറ്റി കൂട്ടി 4K ആയിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1080p വീഡിയോ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു സാംസങ് OLED 4Kക്കകത്ത് 4K റെസൊല്യൂഷനിൽ എൻജോയ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ പാട്ടിലാണ് നമ്മുടെ ഈ ഒരു AI പവേർഡ് പ്രൊസസ്സർ എൻഹാൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് കോൺട്രാസ്റ്റ് ആംപ്ലിഫൈ ചെയ്തിട്ട് ഒബ്ജക്ട്സിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് അതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ഏതെങ്കിലും ഒബ്ജക്റ്റോ അല്ലെങ്കിൽ വിഷ്വലോ ആണെന്നുണ്ടെങ്കിൽ അതിനെ ക്വാളിറ്റി വൈസും കൂടി ഇംപ്രവൈസ് ചെയ്ത് മൊത്തത്തിൽ നമുക്കൊരു നല്ലൊരു പിക്ചർ ക്വാളിറ്റി ആൻഡ് വ്യൂയിങ് എക്സ്പീരിയൻസ് തരും. ഇത്രയും ദിവസം ഈ ഒരു TV എൻ്റെ റൂമിലായിരുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സൺറൈസിൻ്റെ സമയത്തും സൺസെറ്റിൻ്റെ സമയത്ത് അതായത് റൂമിൻ്റെ അകത്ത് ലൈറ്റ് ഉള്ള സമയത്ത് ലൈറ്റ് ഇല്ലാത്ത സമയത്തും അതിനനുസരിച്ച് ഈ TV ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്ത് സെറ്റിങ്സിനെ എൻഹാൻസ് ചെയ്യും. സെറ്റിങ്സ് മാറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി ആവുന്ന സമയത്ത് നമുക്ക് അധികം ബ്രൈറ്റ്നസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ടുള്ള സെറ്റിങ്സ് ആയിരിക്കും ഇടുന്നത്. എന്നാൽ രാവിലെ ആവുന്ന സമയത്ത് ഒരുപാട് ലൈറ്റ് വരും. അപ്പോൾ നമുക്ക് ബ്രൈറ്റ്നസ് കുറച്ച് കൂടുതൽ വേണം അല്ലെങ്കിൽ കളേഴ്സ് കുറച്ച് കൂടുതൽ വേണം. അതെല്ലാം അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് എനിക്ക് തരും. ഇൻ അഡീഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ബ്ലൂ ലൈറ്റ് ഫിൽറ്ററും കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും സാംസങ് OLED നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്.
ഫീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനകത്തൊരു ഡെപ്ത് എൻഹാൻസർ ഉണ്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പിക്ചർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അകത്തൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെയും ആ ഒരു വിഷ്വലിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ടിലെയും തമ്മിൽ ഒരു സെപ്പറേഷൻ കൊണ്ടുവരും, ഒരു ഡെപ്ത് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സാധനം നേരിട്ട് കാണുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു അക്വേറിയാണ് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മീനുകൾ ഓടിക്കളിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, ആ മീനെന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണല്ലേ, ആ ഒബ്ജക്റ്റിനെ കുറച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ബാക്ക്ഗ്രൗണ്ടിനെയും ആ ഒബ്ജക്റ്റിനെ സെപ്പറേഷൻ കാണിച്ച് നമുക്ക് ആ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കൊണ്ടുവരും. അത് ഭയങ്കര അടിപൊളിയാണ്. ഒരു ടി വിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനത്തെ പറ്റി നമ്മൾ സംസാരിച്ചു, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സൗണ്ടും. ഈ ഒരു ടി വിക്കകത്തുള്ള സൗണ്ടിനും ഒരു തരത്തിലുള്ള കോംപ്രമൈസ് സാംസങ് വരുത്തിയിട്ടില്ല. നോക്കുന്ന സമയത്ത് സാംസങ് OLEDന്റെ അകത്ത് 70 വാട്ട്സിന്റെ പവർഫുൾ സ്പീക്കേഴ്സാണ് വരുന്നത്. അത് 4.2 ചാനലിലാണുള്ളത്. അത് മാത്രമല്ല, നമുക്ക് പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ സാംസങ് അത് ഭയങ്കര നന്നായിട്ട് ഇതിൻ്റെ സബ്വൂഫേഴ്സ് ഒക്കെ അലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടി വി എടുത്ത് ഇങ്ങനെ അസംബിൾ ചെയ്ത സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഇതിൻ്റെ പുറകിൽ ആ സ്പീക്കർ കൊടുത്തിട്ടുള്ള രീതിയാണ്. ഭയങ്കര സ്ലിം ആയിട്ടുള്ള ടി വിയാണ്. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ അകത്തേക്ക് അവർ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസൈൻ മികവ് പറയാതിരിക്കാൻ വയ്യ. സാംസങ്ങിന് അപ്ഫെയറിംഗ് ആയിട്ടുള്ള ഒരു ഡോൾബി അറ്റ്മോസ് എനേബിൾഡ് സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. കോമ്പറ്റേറ്റീവ് മോഡൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ അപ്ഫെയറിംഗും അല്ലെങ്കിൽ ഒന്നും തന്നെ കാണത്തുമില്ല, അല്ലെങ്കിൽ ബോട്ടം ഫെയറിംഗ് ഒക്കെ ആയിരിക്കും. വേറൊരു സ്പെഷ്യൽ ഫീച്ചർ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്ട് ട്രാക്കിംഗ് സൗണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരു സ്ക്രീനിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സൗണ്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മുടെ സാംസങ്ങിൻ്റെ സൗണ്ട് ബാറും കൂടി ഒന്ന് സിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും തരാൻ പോകുന്നത്. സാംസങ്ങിൻ്റെ ഏതൊരു ടി വിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്തും നമ്മൾ പറയാനുള്ളതാണ് ക്യൂ സിംഫണി. അത് നമ്മുടെ OLED ടി വിക്കകത്തും എനേബിൾഡ് ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സാംസങ്ങിൻ്റെ സൗണ്ട് ബാറുമായിട്ട് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടി വിയുടെ സ്പീക്കേഴ്സും അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് ബാർസും കൂടി ഒരുമിച്ച് യൂട്ടിലൈസ് ചെയ്ത് ബെസ്റ്റ് ആയിട്ടുള്ള സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് തരും. ആക്ച്വലി അതൊക്കെ നമ്മുടെ ടോട്ടലി നമ്മുടെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ്, ഒരു സിനിമ കാണുന്ന എക്സ്പീരിയൻസ് ഒക്കെ കുറച്ചുകൂടി ഒരു തിയേറ്ററിക്കൽ ലെവലിലേക്ക് മാറുന്നത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് തന്നെ ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നതിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഒരു ടി വി മാത്രമല്ല നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത്, പല ഗാഡ്ജറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അത് IoT ഡിവൈസസ് ഒക്കെ നമ്മൾ പലരും യൂസ് ചെയ്യാറുണ്ട്. അതെല്ലാം നമുക്ക് ടി വി വെച്ചിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അത് നമ്മുടെ മറ്റ് പല ബ്രാൻഡുകൾക്കും ഇല്ല. സാംസങ് ബ്രാൻഡിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, അവർ എനർജി സേവിങ്ങിന് എന്തൊക്കെ ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഒരു ടി വി ആവുന്ന സമയത്ത്, ഇത്രയും വലിയ ടി വി ആകുമ്പോൾ അതിനനുസരിച്ച് എനർജി സേവ് ചെയ്യേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് 24 മണിക്കൂർ നമ്മൾ ടി വിയുടെ ഫ്രണ്ടിൽ ഇരിക്കില്ല. ചിലപ്പോൾ നമ്മൾ മടി കാരണം ചിലപ്പോൾ എണീറ്റ് പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ AI എനർജി സേവിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ടി വിയുടെ പ്രോസസ്സേഴ്സും അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള സെൻസേഴ്സും നമ്മുടെ എൻവയോൺമെൻറ്റ് മൊത്തത്തിൽ അനലൈസ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി സെറ്റിങ്സ് ചേഞ്ച് ചെയ്യും. എന്തിന്? എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം എനർജി സേവ് ചെയ്യാനായിട്ടുള്ള സെറ്റിങ്സ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ടി വി പ്രവർത്തിക്കുക. നമ്മുടെ ടി വിക്കകത്ത് നമുക്ക് പെൻ ഡ്രൈവും ഇതേപോലുള്ള പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ പല ഡേറ്റാസും ഒരു ടി വിക്കകത്ത് കാണാം. നമ്മുടെ സാംസങ് അക്കൗണ്ട് വെച്ചിട്ട് ടി വി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാംസങ് അക്കൗണ്ടിൻ്റെ അകത്തുള്ള പല ഡേറ്റാസും ഇതിനകത്ത് വന്നേക്കാം. നമ്മുടെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണുകൾ ഏതൊക്കെയാണ്, നമ്മുടെ ഡിവൈസസ്, ഈ ഡേറ്റാസും കാര്യങ്ങളെല്ലാം സാംസങ് നോക്സ് വെച്ചിട്ട് സെക്യൂർഡ് ആയിരിക്കും. ഒരു മൾട്ടി ലെയർ സെക്യൂരിറ്റിയാണ്. സാംസങ് യൂസേഴ്സിന് എല്ലാവർക്കും അറിയാം സാംസങ് നോക്സ് എന്താണെന്നുള്ളത്, എന്ത് കിടിലുമാണെന്നുള്ളതും. സോ അത് നമുക്ക് ഇതിനകത്ത് കിട്ടും. ഒരു മൾട്ടി വ്യൂയിങ് ഫീച്ചർ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മീറ്റിങ്ങുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ടി വിനെ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് ഇവിടെ ഒരു സ്ക്രീൻ, ഇവിടെ ഒരു സ്ക്രീനായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു ഷോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വേണ്ട ഒരു സെറ്റിങ്സ് റൈറ്റ് സൈഡിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിൻഡോ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ആക്കാൻ പറ്റും, വിച്ച് ഈസ് വെരി നൈസ്. സാംസങ്ങിൻ്റെ ഫ്രീ ടി വി എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. അതായത് ഏകദേശം 100ഓളം ഫ്രീ ചാനൽസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുമാത്രമല്ല, ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഫീച്ചറാണ്. ജസ്റ്റ് നിങ്ങൾ പ്ലഗ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് 100 ചാനലുകൾ വിസിറ്റ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. ഇനി നമ്മുടെ ഗെയിമേഴ്സിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ കൺസോൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 144 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്. സോ നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം റിഫ്രഷ് റേറ്റിൽ നിങ്ങൾക്ക് ഗെയിമുകൾ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതിനി നിങ്ങൾ എക്സ്ബോക്സ് ആണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ്ബോക്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇതവിടെ കണക്ട് ചെയ്യുന്നതല്ല നിങ്ങൾ ആലോചിക്കുന്നത്, ടി വിയുടെ പുറകിലായിട്ട് 1 കണക്ട് ബോക്സ് ഉണ്ട് സാംസങ്ങിൻ്റെ. അതായത് ഒരുപാട് മെസ്സ് ഒന്നും ഉണ്ടാക്കാതെ വളരെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടി വിയുടെ സ്റ്റാൻഡിൻ്റെ പുറകിലായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ പോർട്ടായിട്ടുള്ള നമ്മുടെ 1 കണക്ട് ബോക്സ് വരുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടത്ര പോർട്ടുകളുണ്ട്. അതിനകത്ത് നമുക്ക് LAN ഉണ്ട്, USBs ഉണ്ട്, HDMI ഉണ്ട്, AV പോർട്ടുകളുണ്ട്, എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സോ ബേസിക്കലി ഇതേപോലെ ക്ലീൻ ആയിട്ട് നിങ്ങളുടെ ടി വി സൂക്ഷിക്കാൻ പറ്റും, വയറൊന്നും അവിടെ എവിടെയൊന്നും വരാതെ.
സിമ്പിൾ. സാംസങ്ങിന്റെ ഗെയിം ബാർ ഫീച്ചറും അതുപോലെ തന്നെ ALLM ഫീച്ചറും വരുന്നുണ്ട്. ഗെയിം ബാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാപ്പിനെ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗെയിം ബാർ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ സൂം ചെയ്ത് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു സൈഡിലേക്ക് കുറച്ചുകൂടി വലുതാക്കി നമ്മുടെ മാപ്പിനെ കൊണ്ടുവരാം. അതുപോലെ ALLM എന്ന് പറയുന്നത് സിമ്പിളാണ്. ഓട്ടോമാറ്റിക് ലേറ്റൻസി മോഡ്, അതായത് ലോ ലേറ്റൻസി മോഡ്, ഏറ്റവും ലോ ആയിട്ടുള്ള ലേറ്റൻസി ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പടാന്ന് തന്നെ അതിൻ്റെ തലയിലിരിക്കും ബുള്ളറ്റ്. സാംസങ്ങിന് സ്ലിം ഫിറ്റ് ക്യാം എന്ന് പറഞ്ഞിട്ടൊരു ഗാഡ്ജറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോൾസും മീറ്റിംഗ്സ് ഒക്കെ TV വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അതൊരു എക്സ്ട്രാ ഹാൻഡി ഫീച്ചറാണ്. നിങ്ങളൊരു ഓഫീസ് സ്പേസിലൊക്കെ ഇത് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ സ്ലിം ഫിറ്റ് ക്യാം. സാംസങ് ഈ ഒരു TVയുടെ ഡിസൈനെ ഇൻഫിനിറ്റി 1 ഡിസൈൻ എന്നാണ് പറയുന്നത്. എത്രയാണ് ഇതിൻ്റെ തിക്നെസ് എന്നറിയോ? 11 മില്ലിമീറ്റർ, 11 mm ആണ് ഇതിൻ്റെ തിക്നെസ്. അത്രത്തോളം തിന്നായിട്ടുള്ള ഒരു TV ആണ്. ആൻഡ് ഫൈനലി നമ്മുടെ റിമോട്ട്. ഇതാണ് സാംസങ്ങിൻ്റെ റിമോട്ട്. ഇതിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു സോളാർ പാനൽ കാണാൻ പറ്റും. നിങ്ങളുടെ വീട് ക്ലോസ് ചെയ്താലും അല്ലെങ്കിൽ അടച്ചിട്ടിരുന്നാലൊക്കെ മതി. ജസ്റ്റ് നിങ്ങളുടെ ലൈറ്റിൻ്റെ എനർജി വെച്ചിട്ടും പുറത്തുനിന്ന് വരുന്ന ലൈറ്റിൻ്റെ എനർജി വെച്ചിട്ട് ഇത് റീചാർജ് ആയിക്കോളും. സോ നിങ്ങൾ ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് വേസ്റ്റും ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. സിമ്പിളായിട്ട് സ്ലീക്ക് ആയിട്ടുള്ള റിമോട്ട്. സോ സാംസങ്ങിൻ്റെ ഈ ഒരു സ്ലിം സോളാർ പവർ റിമോട്ടും ഭയങ്കര ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാംസങ് OLED TVയെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ഇനി എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു തരട്ടെ. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് TVs ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു TVയുടെ എക്സ്പീരിയൻസ്, നമ്മളിവിടെ സ്റ്റുഡിയോ ഫ്ലോറിൽ വെച്ചിട്ട് നമ്മളിതിനകത്ത് സിനിമാസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര ഇമേഴ്സീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് മൊത്തത്തിൽ തരുന്നത്. ഇമേഴ്സീവ് മീൻസ് നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു TVക്ക് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് പോലെ വരും. അതുമാത്രമല്ല, ആൻഡ് പറയാതിരിക്കാൻ വയ്യ ഗൈസ്, ഇതിൻ്റെ ഡിസൈനിങ് പാർട്ട്, ഇതിൻ്റെ ഡിസൈനിങ് എഞ്ചിനീയേഴ്സിന് ഭയങ്കര വലിയൊരു ഹാറ്റ്സ് ഓഫ്. ഇങ്ങനൊരു സാധനം എന്ത് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാമോ? പുറകിൽ കൊടുക്കുന്ന ആ ഒരു പ്ലഗിൽ വരെ അവർ ഭയങ്കര ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു TV വരുന്ന പാക്കേജിങ്, അതിനകത്ത് ഓരോ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വണ്ടർഫുള്ളി ഡിസൈൻഡ് പ്രോഡക്റ്റ്. സോ ഈ ഒരു TV വാങ്ങാനായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് സെയിൽസ് ഒക്കെ വരുവാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആൻഡ് ബിഗ് ബില്യൺ ഡേയ്സ്, നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫേഴ്സ് ഇതിന് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ, ലവ് യു ഗൈസ്.